നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആറങ്ങോട്ടുകര വിദ്യാഭൂഷണി വായനശാലയിൽ അക്ഷര സംവാദവും പുസ്തക പ്രകാശനവും നടന്നു. MG ശശി എഡിറ്റ് ചെയ്ത് സാറ ജോസഫ് അവതാരിക എഴുതി അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ബിപിനുവിന്റെ കഥാസമാഹാരം പിൻവിളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. വായനശാല ഓഡിറ്റോറിയത്തിൽ വായനശാല സെക്രട്ടറി KP ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊഫസർ P ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. VT വാസുദേവൻ മാഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ബിപിനുവിന്റെ പ്രിയതമ ബിന്ദു ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ TK നാരായണദാസ് അധ്യക്ഷനായിരുന്നു. ഗീത ജോസഫ് പുസ്തക പരിചയം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് CP ചിത്രഭാനു, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ, അക്ഷരജാലക മാനേജിംഗ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് എഴുത്തുകാരനും വായനക്കാരും ഒത്തുചേർന്ന സംവാദ സദസ്സ് നടന്നു. വായനശാല വൈസ് പ്രസിഡന്റ് മൊയ്തീൻ പുലാത്ത് കോർഡിനേറ്ററായിരുന്നു. ബിപിനുവിന്റെ മറുമൊഴിക്ക് ശേഷം രേവതി KM നന്ദി പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി. ചെറുപ്പുളശ്ശേരി മങ്ങാട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് 54 വയസ്സുകാരനായ സത്യനെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയെ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരുന്നത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി. കഴിഞ്ഞ ദിവസമാണ് പൊന്നാനി തെക്കഞ്ചേരി വീട്ടിൽ 50 വയസ്സുകാരി സുനിത കുത്തേറ്റ് മരിച്ചത്. സുനിതയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സത്യനെ ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പോലീസ് സംഘം പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ മങ്ങോട്ടെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. യാതൊരുവിധ കൂസലുമില്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 2 മാസം മുമ്പാണ് സുനിതയും മകൻ സഞ്ജയും മങ്ങോട് പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാങ്ങിയ സ്ഥലത്ത് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചത്. വീട് പണിക്കുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ സത്യൻ ഇവിടെയല്ല താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെ സുനിത ഉണരുന്ന സമയം കണക്കാക്കി വീടിന്റെ പുറത്ത് തക്കം പാർത്തിരുന്നാണ് സത്യൻ സുനിതയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. ചെറുപ്പുളശ്ശേരി SHO T ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പട്ടാമ്പിയിലെ ലോഡ്ജിലെത്തിച്ചും പ്രതിയെ തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ കയറ്റാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നാണ് സത്യൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ഫോറൻസിക് വിഭാഗം, വിരൽ അടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങൾക്ക് ശാപമോക്ഷമായി. നിരവധി വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തു തന്നെ ഈ വാഹനങ്ങൾ കൂട്ടിയിട്ടതു കാരണം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളടക്കം പുറത്തുവെക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതിനെക്കുറിച്ച് നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. തുടർന്ന് അധികൃതർ ഇത് ലേലത്തിൽ വെക്കുകയായിരുന്നു. പട്ടാമ്പി ഓങ്ങലൂരുള്ള വ്യക്തി ലേലം വിളിച്ചെടുത്ത് വാഹനങ്ങൾ കോമ്പൗണ്ടിൽ നിന്നും മാറ്റി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷം കൊപ്പം ടൗണിലെ വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്തു. ആദ്യഘട്ടത്തിൽ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് നടത്തുന്നത്. കുടുംബശ്രീക്കാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊപ്പം ടൗണിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറന്നു കൊടുത്തിരിക്കുന്നത്. വിശ്രമ കേന്ദ്രത്തിൽ ഒരുക്കിയ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ലഘുഭക്ഷണശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അധികം താമസിയാതെ വിശ്രമ കേന്ദ്രത്തിൽ തുടങ്ങാനാണ് അധികൃതരുടെ തീരുമാനം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് കൊപ്പത്ത് വില്ലേജ് ഓഫീസിനും വിശ്രമ കേന്ദ്രത്തിനുമായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുഹമ്മദ് മോഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 93.5 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ. വില്ലേജ് ഓഫീസ് കെട്ടിടം തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായെങ്കിലും വിശ്രമ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഇതിനെതിരെ വ്യാപക പരാതിയും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് വിശ്രമ കേന്ദ്രത്തിന്റെ ചുമതല കൊപ്പത്തെ കുടുംബശ്രീയെ ഏൽപ്പിച്ചത്. ഏതാനും മാസങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ് ഇപ്പോൾ വിശ്രമ കേന്ദ്രവും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. കൊപ്പം പട്ടണത്തിലെത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ ഇനി ഈ വിശ്രമ കേന്ദ്രം ആശ്രയിക്കാം. ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമ്മുടെ വില്ലേജ് ഓഫീസ് കം റിഫ്രഷ്മെന്റ് സെന്റർ പണി കഴിച്ച് വില്ലേജ് ഓഫീസൊക്കെ പ്രവർത്തനം ആരംഭിച്ചു. ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് നീളാൻ ഇതിൻ്റെ ഉദ്ഘാടനം
ഉദ്ഘാടനം നീളാൻ വൈകി. ഇപ്പോൾ ഈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഒഴിവാക്കി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കൊപ്പത്ത് ഈ പട്ടാമ്പി റോഡിൽ പഞ്ചായത്തിന് സമീപം ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചത്. ഇത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ വലിയ ഉപകാരപ്രദമായൊരു പദ്ധതിയാണ്. അപ്പോൾ അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ്, കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇത് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഈ സ്ഥാപനം കുടുംബശ്രീ വഴിയാണ് ഇതിന് നടത്തിപ്പ്. അപ്പോൾ അതിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാടകയാണ്. ഇത് 2 കംഫർട്ട് സ്റ്റേഷനും അതുപോലെ തന്നെ റിഫ്രഷ്മെന്റ് സെന്ററും രണ്ടും കൂടി ഒരു മാസം 22,000 രൂപയോളം വരും. അപ്പോൾ അത് കുറച്ച് കിട്ടാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി. പക്ഷേ അതിന് പല സാങ്കേതിക തടസ്സങ്ങളും കാരണം കുറച്ച് വൈകി. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തഹസിൽദാരും ഒക്കെ ഇതിൻ്റെ ഔദ്യോഗികമായ അനുമതി തന്നത്. ഒപ്പം CDS-ന് കീഴിലുള്ള കൈരളി കുടുംബശ്രീക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായ ഒരു പരിപാടിയൊക്കെ മാറ്റിവെച്ച് ഇത് ഇന്ന് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഈ ഒരാൾക്ക് യൂറിനൽ ആയിട്ട് ഉപയോഗിക്കാൻ 5 രൂപയും അതുപോലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ 10 രൂപയും കുളിക്കാൻ വേണ്ടി 30 രൂപയാണ് ഇവിടെ നിലവിൽ ചാർജ് ഈടാക്കിയിട്ടുള്ളത്. കൊപ്പത്ത് വരുന്ന നിരവധി ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഏക ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഇത് നല്ല വൃത്തിയുള്ളതായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആകെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നല്ല രീതിയിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. സന്തോഷ് ട്രോഫിയുടെ കേരള ടീമിൽ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട K. മുഹമ്മദ് നിയാസ് തൃത്താലക്കാരുടെ അഭിമാനമായി. ടീമിലെ 3 ഗോൾ കീപ്പർമാരിൽ ഒരാളായാണ് തൃത്താല മേഴത്തൂർ കാട്ടുതയിൽ മുഹമ്മദ് നിയാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്കൂൾ കാലഘട്ടം മുതൽ ഫുട്ബോൾ മത്സരങ്ങളിൽ തിളങ്ങിയയാളാണ് നിയാസ്. മംഗളൂരു യൂണിവേഴ്സിറ്റി പഠനകാലത്ത് യൂണിവേഴ്സിറ്റി ടീമിൽ 3 വർഷക്കാലം ഗോൾ വല കാത്തു. മംഗളൂരുവിലെ മികച്ച പ്രകടനം പ്രഥമ കേരള സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC-യിലേക്ക് വഴി തെളിയിച്ചു. ആദ്യമായാണ് കേരളത്തിനു വേണ്ടി നിയാസ് ഗ്ലൗസ് അണിയുന്നത്. ഷറഫുദ്ദീനും സമീറയുമാണ് രക്ഷിതാക്കൾ. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തിയുമായി CPM പ്രവർത്തകർ. വഴിയാത്രക്കാർക്ക് റോഡരികിലെ കുറ്റിക്കാടുകൾ ദുരിതം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നടപടി. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട ഗേറ്റ് മുതൽ കടവൂരുള്ള റോഡിന്റെ ഇരുവശത്തും പടർന്നു പിടിച്ച കുറ്റിക്കാടുകളാണ് CPM ഗേറ്റ് സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ എന്നിവരുടെ നേതൃത്വത്തിൽ വെട്ടി വൃത്തിയാക്കിയത്. 20ഓളം പേരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സന്നദ്ധ പ്രവർത്തനം. മുതുകല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. മുകേഷ്, CPM പെരുമുടി ലോക്കൽ കമ്മിറ്റി അംഗം K. സുകുമാരൻ, C. വാസുദേവൻ, KT നാഫിഖ്, P. അഭിലാഷ്, K. മുസ്തഫ, KT മുഹമ്മദ് അലി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയായി പോകുന്ന പാത കൂടിയാണ് ഇത്. ഇരുവശങ്ങളിലും കുറ്റിക്കാടുകൾ പടർന്നു പിടിച്ചത് മൂലം ഇവിടങ്ങളിൽ മാലിന്യം തള്ളലും പതിവായിരുന്നു. ഇത് ഭക്ഷിക്കാനെത്തുന്ന തെരുവുനായകൾ ഉൾപ്പെടെയുള്ള ശല്യവും വഴിയാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുമായി CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഡിസൈനറായിരുന്ന ജയൻ മന്ത്രയുടെ ഓർമ്മയ്ക്കായി പത്രപ്രദർശനം സംഘടിപ്പിച്ചു. ജയന്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ജയനൊപ്പം നടന്നവരാണ് വട്ടനാട് GVHSS ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റുമായി ചേർന്ന് പത്രപ്രദർശനം സംഘടിപ്പിച്ചത്. വട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം അധ്യാപകനായ M. പ്രദീപിന്റെ ശേഖരത്തിലെ പത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ പ്രധാന വാർത്തകളടങ്ങിയ 300ഓളം പത്രങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി. പ്രദർശനം പ്രിൻസിപ്പൽ റാണി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ PP ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. NV പ്രകാശൻ, K. ജയാനന്ദ് എന്നിവർ പ്രസംഗിച്ചു. പത്രപ്രദർശനവുമായി ബന്ധപ്പെട്ട് M. പ്രദീപുമായി വിദ്യാർത്ഥികളുടെ സംവാദവും നടന്നു. 5 വർഷക്കാലത്തെ വർത്തമാന പത്രങ്ങൾ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതായുള്ള പത്രങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 20-ലധികം സ്ഥലങ്ങളിലായി ഇത് പ്രദർശിപ്പിക്കുന്നു. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജേർണലിസം സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്താണ് ഞാൻ ഈ ശേഖരണം തുടങ്ങിയത്. അതിനുശേഷം പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന കാലത്തും പിന്നീട് പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് വന്നതിന് ശേഷവും ഈ ശീലം തുടരുന്നുണ്ട്. 500-ലധികം പത്രങ്ങളുടെ ശേഖരമാണ് കയ്യിലുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ആവശ്യമനുസരിച്ച് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ജേർണലിസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്രദമാണ്.
ഈ പ്രദർശനം അവർക്ക് മുൻകാല സംഭവങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ അവർക്ക് ഒരുപോലെ ഉപകാരപ്രദമായ 25 വർഷത്തെ പത്രങ്ങളാണ് ഇവിടെ നമ്മുടെ ജേർണലിസം അധ്യാപകനായിട്ടുള്ള പ്രദീപ് സാറ് ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 2004, അതായത് 20 വർഷം മുന്നുള്ള പത്രമാണ്. അതുപോലെ ഇവിടെ കുറേ വർഷങ്ങൾ മുന്നുള്ള ഒരുപാട് പത്രങ്ങളുണ്ട്. ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പ്രദീപ് സാറിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇതോടെ നീളകര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.